ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ചെറിയൊരു ഈവനിങ് മിനി വ്ളോഗാണ്. ഞാൻ ആലുവയിലാണ്. ഞങ്ങൾ ഇന്നലെ വീട്ടിൽ നിന്ന് പോന്നു. അവിടുന്ന് കറുകുറ്റിയിൽ നിന്ന് ആലുവയിലേക്ക് പോന്നു. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് പപ്പയുടെ അമ്മയുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നേക്കാണ്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം ഏകദേശം 3 മണിയൊക്കെ കഴിഞ്ഞു. 3 മണി 3:30 ആയ സമയം. അപ്പോൾ കുഞ്ഞൂസ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. മുകളിൽ ബെഡ്റൂമിൽ കിടന്നാണ് ഉറങ്ങുന്നത്. കുഞ്ഞിപ്പെണ്ണൊന്നും തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവൾ ഉറക്കാൻ നോക്കിയിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ തോറ്റുമെടുത്തിട്ട് ഇങ്ങ് പോന്നു. ചേട്ടനാണെങ്കിൽ അത്യാവശ്യമായിട്ടൊരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ചേട്ടൻ പോയി. പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോയി. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ അടുക്കളയിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചു. പാല് തിളപ്പിക്കണം, ചായ തിളപ്പിക്കണം, കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുഞ്ഞൂസിന് പാല് തിളപ്പിക്കണം, പിന്നെ ചായ തിളപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡ്രെയിൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പോയി. അതിൻ്റെ ഇടയിൽ തന്നെ അപ്പോൾ ചേട്ടൻ വരുന്നതിന് മുമ്പ് കുറച്ച് പണികളൊക്കെ തീർത്ത് വയ്ക്കാമെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ചേട്ടൻ വരുമ്പോൾ ചേട്ടന് ബുദ്ധിമുട്ടാകും. അപ്പോൾ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ എൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കളിപ്പിച്ച് വണ്ടിയിലിരുത്തി സ്പൂണൊക്കെ കൈ കൊടുത്ത് അങ്ങനെ ഇരുത്തിപ്പോൾ കുറച്ച് നേരം ഇരുന്നു. എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, പിന്നെ വെള്ളം തിളപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാല് കുഞ്ഞുവിനുള്ളത് കുറച്ച് പകർത്തി മാറ്റിയിട്ട് ബാക്കി ചായക്ക് എടുത്തു. അവന് ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ തന്നെ പാല് ചോദിച്ച് ബഹളം വയ്ക്കും. പാല് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകുന്നുണ്ട്. ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് പാല് ചൂടാറ്റി വയ്ക്കണം. ചായ എടുത്തിട്ട് ആദ്യം അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തു. അമ്മ അവിടെ സെറ്റിലിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ചായ കൊണ്ടേ കൊടുത്തു. പപ്പ സ്നാക്സ് എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പത്തിരിയും സുഖിയനൊക്കെ എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വെച്ചപ്പോൾ ഞാൻ കുടിവെള്ളം തിളപ്പിക്കാനുണ്ടായിരുന്നു. തിളപ്പിച്ച് വെച്ച് അത് വെച്ചിട്ട് ഞാനും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടോ. എനിക്കാണെങ്കിൽ 4 മണി സമയത്ത് ചൂടായിട്ട് നല്ല ചായ കുടിക്കാമെന്ന് പറയുന്നത് എൻ്റെ ശീലമാണ്. കട്ടൻ ചായയാണ് കുടിക്കാറ്. പാൽ ചായ അങ്ങനെ ഈ സമയത്ത് കുടിക്കാറില്ല. അപ്പോൾ തോന്നി കട്ടൻ ചായ വേണ്ട, പാൽ ചായ തന്നെ എടുക്കാമെന്ന് തോന്നി. അങ്ങനെയാണ് പാൽ ചായ എടുത്തിട്ടോ. അപ്പോൾ പപ്പ സുഖിയനും പത്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് പത്തിരി വേണമെന്ന് പറഞ്ഞു. ഞാൻ സുഖിയൻ കഴിച്ചു. എനിക്ക് പത്തിരി ഇഷ്ടമല്ല. അപ്പം ഞാനപ്പോൾ ഒന്നും കൂടിയും കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മുറിയിലേക്ക് പോയിട്ടോ. പക്ഷെ രക്ഷയില്ല. അവൾ കണ്ണും വീഴ്ച തന്നെ ഇരിക്കാൻ, ഉറങ്ങില്ല എന്നുള്ള വാശി തന്നെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്നാൽ കുറച്ച് നേരം മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മുറ്റത്ത് പപ്പ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ പോയി ഇന്ന് വണ്ടികളൊക്കെ വരുന്നത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി നിന്നിട്ടോ. പക്ഷെ അവളെ കുറേ നേരമായിട്ട് എടുത്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കാലും കൈയൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് മുറിയിൽ പോയി ഒന്ന് നോക്കി കുഞ്ഞൂസ് എന്തെങ്കിലും അനക്കം ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് തന്നെ കണ്ടില്ലെങ്കിൽ ബഹളം വയ്ക്കും. പിന്നെ ഞാൻ താഴെ നിൽക്കുന്നതുകൊണ്ട് അവനെ അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്ക് മുകളിൽ പോയി നോക്കി. പിന്നെ പട്ടിക്ക് ചോറ് കഴിക്കാണ്ടായിരുന്നു. കുക്കറിൽ പട്ടിക്കുള്ള ചോറ് കഴിച്ചു. അപ്പോഴേക്ക് സന്ധ്യയായിട്ടോ. അപ്പോൾ ചേട്ടൻ വിളിച്ചപ്പോൾ ചേട്ടൻ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ പുറത്ത് പോയി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നു. ചേട്ടൻ മീൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു, ചാള. അപ്പം ചാള മേടിച്ചിട്ട് വരുന്ന സമയത്ത് അരിഞ്ഞൊക്കെ വെക്കാമെന്ന് വിചാരിച്ചതാണ്. ഉള്ളി മുളകൊക്കെ ജസ്റ്റ് എടുത്ത് വെച്ചുള്ളൂ. ഉള്ളി മുളകൊക്കെ അരിഞ്ഞ് വെക്കാമെങ്കിൽ പെണ്ണ് താഴേക്ക് ഇറങ്ങാത്ത രക്ഷയില്ലല്ലോ. അപ്പോൾ ചേട്ടൻ വരട്ടെ എന്ന് ഓർത്തു. ചേട്ടൻ വരുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് രക്ഷയൊന്നുമില്ല. ചേട്ടൻ വന്നപ്പോൾ മീൻ കൊണ്ടുവന്നു. ചാള കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. ചാള അവർ നന്നാക്കി തല മാത്രം ജസ്റ്റ് വെട്ടിക്കളഞ്ഞോട്ട് നന്നാക്കി. ബാക്കി നന്നാക്കാനുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേക്കും കുടംപുളിയൊക്കെ വെള്ളത്തിലിട്ടു. തക്കാളിയും പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ടാണ്. ചേട്ടനപ്പോൾ ചാള നന്നാക്കി കഴുകി എനിക്ക് ചട്ടിയിലാക്കി കൊണ്ടു തന്നു. അപ്പോഴും കറി വയ്ക്കാനായിട്ട് കുഞ്ഞിപ്പെണ്ണും എൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങുന്നില്ല. ഞാൻ പിന്നെ എന്തെങ്കിലും ആവട്ടെ, ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ചെയ്തോളാം എന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മീൻകറി വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കുറേ റീൽസൊക്കെ കണ്ട് ഈ മീൻകറിയുടെ റെസിപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അതുപോലെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സാധാരണ മീൻ കൊണ്ടുവന്നാൽ ഇവിടെ അമ്മയാണ് വയ്ക്കാറ്, വീട്ടിലാണെങ്കിൽ അമ്മിച്ച വയ്ക്കാറ്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വെക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ വെച്ചു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ മേത്തുനിന്ന് ഇറങ്ങുന്നില്ല. പിന്നെ അവൾക്ക് ചെറുതായിട്ട് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം പകലിൽ നിന്ന് ഒട്ടും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കക്ഷീണം അവൾക്ക് ഉണ്ടാവും. അങ്ങനെ തോളത്തിടുന്ന ആൾ പയ്യെ ഉറങ്ങി. ഇപ്പം ഞാൻ കിടത്താൻ കൊണ്ടുപോയി. ആ ഗ്യാപ്പിൽ ചേട്ടനും കുറച്ച് നേരം ഇളക്കി കൊടുത്തു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കരോളുകാർ
കരോള് വന്നെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഓടി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കരോള് വണ്ടിയിൽ വന്നത് ഫാസ്റ്റായിട്ട് അങ്ങ് പോയത് വേറെ ഒരു സ്ഥലത്തു നിന്ന് വന്നതാണ് തോന്നുന്നു. അപ്പോൾ എൻ്റെ സ്വാദിഷ്ടമായ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ ഇച്ചിരി പുളി കൂടുതലായിരുന്നു, പുളിവെള്ളം കുറച്ച് കൂടിപ്പോയി. അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാവുമെന്ന് അറിയില്ല. ഇനി വറുക്കാനുള്ള ഫ്രൈയിൻ പാൻ തൊട്ടവിടെ തന്നെ വെച്ച് വറുത്തത് ചേട്ടനാണ് കേട്ടോ. അപ്പം അങ്ങനെ എനിക്ക് കുറച്ച് പാത്രങ്ങളൂടി കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് വന്നിരുന്നു. കുഞ്ഞിപ്പെണ്ണ് ചോറ് എടുത്തിട്ട് അവൾ കഴിച്ചില്ല. കുഞ്ഞൂസ് നൂഡിൽസ് മതി എന്ന് പറഞ്ഞാൽ അവൻ നൂഡിൽസ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സീരിയലൊക്കെ കണ്ട് അപ്പോഴേക്കും വിശപ്പായി. പിന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ മുകളിലേക്ക് വന്നിട്ടോ, ബെഡ്റൂമിലേക്ക് വന്ന് കിടക്കാനായിട്ട്. ഇനി വേണം എനിക്ക് കുളിക്കാനായിട്ട്. ചേട്ടനും കുളിക്കണം, പിള്ളേർ മാത്രമേ കുളിച്ചിട്ടുള്ളൂ. കുഞ്ഞുസ് അതിൻ്റെ ഇടയിൽ കുറുമ്പ് കാണിച്ചപ്പോൾ ചേട്ടൻ വഴക്ക് പറഞ്ഞിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പം തന്നെ കളിപ്പിച്ച് ചിരിപ്പിച്ചിട്ടാണ് ചേട്ടൻ കുളിക്കാൻ പോയത്. ഇനി ചേട്ടൻ്റെ കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ. സമയം ഇപ്പം തന്നെ ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. ബാക്കി പണികളെല്ലാം തീർത്തല്ലോ. ഇനിയിപ്പോൾ പിള്ളേർ ഇനി ഉറക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. അതിപ്പോൾ കഴിയുന്ന കഴിക്കില്ല, മിക്കവാറും പാതിരാത്രിയാവും. സാധാരണ ഇന്നും 12 മണി 2 മണി 1 മണി അങ്ങനെയൊക്കെ ടൈമിലാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കുഞ്ഞി വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബായ്.